ശ്രീ GS ജയലാൽ. സർ, സംരംഭക വർഷം പദ്ധതിയിലൂടെ 3 ലക്ഷം സംരംഭങ്ങൾ എന്ന ചരിത്ര നേട്ടം കൈവരിക്കുകയും വ്യവസായ സൗഹൃദ സൂചികയിൽ ടോപ്പ് അച്ചീവർ പദവി നേടി സംസ്ഥാനത്ത് 1ാം സ്ഥാനത്തെത്തിച്ച ഗവൺമെൻറ്റിനെയും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയെയും അഭിനന്ദിക്കുകയാണ് സർ. രാജ്യത്തെ റോബോട്ടിക് മേഖലയിൽ 2024 മുതൽ 28 വരെ 12.18% വളർച്ച നിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് സർ. അത് ഈ അനുകൂല സാഹചര്യം പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കേരളം തയ്യാറായിട്ടുണ്ടോ? വിശദീകരിക്കാം. യെസ് മിനിസ്റ്റർ. സർ, നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 2016 നമുക്ക് 22.8% റിഫോംസാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞത്. 16-17 ആയപ്പോൾ 26.9%, 17-18 52.56%, പിന്നീട് 19 85%, 20 91, 22 99 നമ്മൾ വന്നത്. അതിനകത്ത് 100% ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ റാങ്ക് നിശ്ചയിക്കുന്നത്. അപ്പോൾ സംരംഭക സമൂഹത്തിലുള്ള ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് ഈ റാങ്കിങ്ങിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അത് ഉപയോഗപ്പെടുത്തി എല്ലാ മേഖലകളിലേക്കും കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഈ നേട്ടം നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞത് വ്യവസായ വകുപ്പിൻ്റെ മാത്രം ഒരു നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. എല്ലാ വകുപ്പുകളുടെയും ഒരു ഏകോപനം ഉണ്ടായിരുന്നു. എല്ലാ വകുപ്പുകളും ഈ റിഫോംസിനകത്ത് അവരുടെ എല്ലാം പങ്ക് നിർവഹിക്കാനുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2024 ആക്ഷൻ പ്ലാൻ നമ്മളിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. വകുപ്പ് തല മന്ത്രിമാരുടെ യോഗം ചേരുകയുണ്ടായി. 81% ഇപ്പോൾ തന്നെ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പദവി ഉപയോഗിച്ചുകൊണ്ട് റോബോട്ടിക്സ് മേഖല ഉൾപ്പെടെയുള്ള രംഗത്തേക്കുള്ള നിക്ഷേപത്തിൻ്റെ ആകർഷിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പുതുതായി അംഗീകരിച്ചിട്ടുള്ള വ്യവസായ നയത്തിൻ്റെ 22 പ്രയോറിറ്റി ഏരിയകളിൽ AI, റോബോട്ടിക്സ് ഇങ്ങനെയുള്ള എമർജിംഗ് ടെക്നോളജിക്ക് പ്രത്യേകമായ പ്രാധാന്യം നൽകുന്നുണ്ട്. കേരളത്തിൽ നല്ല സാധ്യതയുള്ള ഒന്നായിട്ടാണ് റോബോട്ടിക്സ് കാണുന്നത്. തൃശ്ശൂർ റോബോട്ടിക്സ് പാർക്ക് അവിടെ ആരംഭിക്കാനായിട്ട് ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. റോബോട്ടിക്സിൻ്റെ റൗണ്ട് ടേബിൾ കൊച്ചിയിൽ നടത്തുകയുണ്ടായി. വളരെ മികച്ച പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനും കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാനുമായി സർക്കാർ ശ്രമിക്കുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടിയാണെങ്കിൽ സർ, കാലിക പ്രസക്തിയുള്ള ചോദ്യമായിട്ട് ചോദിക്കുകയാണ് സർ. പക്ഷേ മനുഷ്യജീവന് തല്ലും വില കൽപ്പിക്കാത്ത വിഷലിപ്തമായ തൊഴിൽ സംസ്കാരത്തെയാണ് നവ ഉദാരീകൃത സാമ്പത്തിക വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നത്. സർ, ലാഭം മറ്റാർക്കുമില്ലാത്ത ലാഭം ഇങ്ങനെ ലക്ഷ്യമിട്ട് അതാണ് തത്വശാസ്ത്രം. അന്ന സെബാസ്റ്റ്യൻ എന്ന മലയാളി യുവതിയുടെ അകാല വിയോഗം ജൂലൈ 20 സംഭവിച്ചത്. അമിത ജോലിഭാരം അവരുടെ ജീവൻ അപഹരിച്ചതായിട്ടാണ് ഇതുവരെ പുറത്തു വന്ന വാർത്തകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. സർ, ഇതിന്റെ പശ്ചാത്തലത്തിൽ വ്യവസായ വികസന പരിപാടികൾക്കൊപ്പം തൊഴിലെടുക്കുന്നവന്റെ അവകാശങ്ങളും കൂടി സംരക്ഷിക്കാൻ വേണ്ട നടപടികളിലേക്ക് ഗവൺമെന്റ് പോകുമോ? സർ, ഇവിടെ ഉന്നയിച്ച പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. അന്ന എന്ന പെൺകുട്ടി പൂനെയിൽ സംവിധാനത്തിനകത്താണ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ മരണപ്പെടുന്നത്. അവിടെ എൻ്റെ മണ്ഡലത്തിലാണ് ആ കുട്ടിയുടെ വീട്. മരണം നടന്ന ദിവസം സംസ്കാര ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അതിനുശേഷം ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാനും മറ്റ് മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് എല്ലാവരും തന്നെ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം പല സ്ഥാപനങ്ങൾക്കകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കൂടുതൽ തൊഴിൽ സമ്മർദ്ദം ഉണ്ടാകുന്നു. ഇന്നലെ തന്നെ ബഹുമാനായ മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കൽ, ബഹുമാനായ അംഗം ശ്രീ ചിത്തരഞ്ജൻ്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി വിശദമായ മറുപടി നൽകിയിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ കേന്ദ്രീകരിക്കുന്ന വ്യവസായങ്ങൾ എന്നുള്ളത് കേരളത്തിൻ്റെ സാധ്യതകളും നമ്മുടെ ഒരു പൊതു അന്തരീക്ഷത്തിനും ഉതകുന്ന രൂപത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ട് MSME സെക്ടർ, അതുപോലെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കൂടുതൽ അവസരം സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിയുന്ന അറിവധിഷ്ഠിത മേഖല ഇത്തരം രംഗങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത്. അവിടെയെല്ലാം തന്നെ നല്ല രീതിയിലുള്ള തൊഴിലന്തരീക്ഷം നിലനിൽക്കണം. അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ദക്ഷിണ കൊറിയയിലും ഇന്ത്യയിലെ തന്നെ വേറൊരു സംസ്ഥാനത്തും വലിയ ഒരു കമ്പനിക്കകത്ത് തൊഴിലാളികളുടെ വലിയ പ്രശ്നവും സമരമൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ എങ്ങാനും ആയിരുന്നു നടന്നിരുന്നെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾക്കകത്ത് മാസങ്ങളോളം അത് തന്നെയാകുമായിരുന്നു ചർച്ച. എന്നാൽ വളരെ ആഗോള ഭീമനായ കമ്പനിയുടെയാണ് ദക്ഷിണ കൊറിയയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അതിനകത്ത് പങ്കെടുക്കുന്നത്. തമിഴ്നാട്ടിൽ അവിടെ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അൺട്രസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം പ്രതിഷേധങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. പക്ഷേ നമ്മുടെ പൊതുവായ അന്തരീക്ഷം നന്നായി നിലനിർത്തുന്നതിനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതിന് മാനേജ്മെൻ്റ് ആയാലും തൊഴിലാളി യൂണിയനായാലും അത്തരം ശ്രമം നടത്തുന്നുണ്ട്. എവിടെയെങ്കിലും തെറ്റായ സമീപനം വന്നാൽ അത്തരം കാര്യങ്ങൾ ഇടപെടാൻ സർക്കാരിന് കഴിയുകയും ചെയ്യും.